സ്കൂളിൽ പോയിട്ടല്ലേ? നവംബർ 1 കേരളപ്പിറവിയോടൊപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അംഗൻവാടിയിലേക്കുള്ള ആദ്യത്തെ പ്രവേശനോത്സവം കൂടിയാണ്. അവൻ ഇത്ര ഹാപ്പി ആയിട്ട് അംഗൻവാടിയിലേക്കാണ് പോകുന്നത്. എന്നും ഇതൊക്കെ ഉണ്ടാവും എന്തോ. കാവടേന്നുള്ളിൽ പോവുകയാണ്. നാളെ തൊട്ട് എന്തായിരിക്കും എന്ന് അറിയത്തില്ല. മേലിൽ പോന്ന ഏത് വണ്ടിയിലാ? ഏത് മഞ്ഞ വണ്ടിയാണോ പച്ച വണ്ടിയാണോ? മഞ്ഞ വണ്ടിയില് പറഞ്ഞ അങ്ങനെ വഴി പോന്ന. എവിടെ പോവാ? അപ്പോൾ ഇതാണ് ഇവയുടെ അംഗൻവാടി. അവൻ അംഗൻവാടിയിലേക്ക് ചെന്നപ്പം തന്നെ അവൻ എല്ലാ പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഒരുപാട് സർപ്രൈസ്ഡ് ആയിരുന്നു അവൻ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് സത്യം മോശം വന്നായിരുന്നു. വേറൊന്നും കണ്ടല്ല. ആ അംഗൻവാടിയിൽ ഇത്രയും അച്ചടക്കത്തോടെ സൈലൻ്റായി അനുസരണയോടെ ഇരിക്കുന്ന വേറൊരു കുട്ടിയും ഉണ്ടായിരുന്നില്ല. അത് രണ്ടുപേരും ദേവും പൊന്നുമാണ്. അതാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ബെസ്റ്റ് ചേച്ചിമാരും. ഫോട്ടോ എടുക്കണേ, എനിക്കൊന്ന് സെൻഡ് ചെയ്തേക്കണേ. ഗ്രൂപ്പ് ഉണ്ടോ അംഗൻവാടിയുടെ? ഉണ്ടോ? ചേർക്കണേ. അപ്പോൾ എൻ്റെ 2-3 അമ്മമാർ വന്നിട്ട് ഇന്നലെ വൈകിട്ട് വന്നിട്ട് പറഞ്ഞത് എനിക്ക് മീറ്റിംഗ് ആയിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ അംഗൻവാടി പിള്ളേരുടെ സീത ടീച്ചർ. പുതിയതായിട്ട് വന്ന കുട്ടികൾക്കെല്ലാം ഒരു വെൽക്കം ഫ്ലവറും പിന്നെ ഒരു ബുക്കും പെൻസിലും മിഠായിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ബുക്കും പെൻസിലൊക്കെ മേടിച്ച് പോകുമ്പോൾ യുവിയുടെ കയ്യിൽ ബുക്കും പെൻസിലും ടീച്ചർ കൊടുത്തപ്പോൾ യുവി ആദ്യം മിഠായിയാണ് എടുത്ത് വായിട്ടത്. അവൻ അതിലായിരുന്നു കോൺസെൻട്രേഷൻ മൊത്തം ഉണ്ടായിരുന്നത്. നമ്മുടെ സീത ടീച്ചറിന് 18 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 4 പുതിയ കുട്ടികളും കൂടെ വന്നപ്പോൾ 22 സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ പറയുമായിരുന്നു ടീച്ചറിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ടീച്ചർ അത്രയും ഹാപ്പി ആയിരുന്നു ഇത്രയും പിള്ളേരും കിട്ടിയതുകൊണ്ട്. ടീച്ചർ അതുപോലെ പിള്ളേരെ നോക്കുകയും ചെയ്യും, ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. പുതുതായി വന്ന കുട്ടിക്ക് എനിക്കൊരു ദക്ഷിണ തരണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇവർ 3 പേര് എവിടെ പോയാലും ഒരു ഫോട്ടോഷൂട്ട് ഉള്ളത് പതിവാണ്. ഇവിടെ എങ്ങനെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ ഇവി അടുക്കുന്നില്ല. ഇവി അവിടെയുള്ള കാക്കയും പൂച്ചയൊക്കെ കണ്ട് അതിലേക്ക് പോവുക. 3 പേരും കൂടെ നിർത്തിയുള്ള അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിള്ളേരെല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതായത് എല്ലാവരും അടങ്ങി ഒതുങ്ങിയൊക്കെ കാര്യമായിട്ടൊക്കെ ഇരുന്നായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് ടീച്ചറും എല്ലാവരും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. ഇവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവന് തന്നെ ആദ്യത്തെ കേക്ക് കിട്ടിയപ്പോൾ ഹാപ്പിയായി. ഇവ ചിരിച്ച ടീച്ചറെ നോക്കേ. സത്യം പറഞ്ഞാൽ പ്രവേശനോത്സവം തീരുന്നത് വരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന്. ആള് ഭയങ്കര കരച്ചിലായിരുന്നു. ഇവി പിന്നെ കിട്ടിയ നേരം കൊണ്ട് അവസരം മുതലാക്കിയിട്ടുണ്ട്. ആരും കാണാണ്ട് നിന്ന് പതുക്കെ കേക്കൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ടീച്ചർ വന്ന സ്റ്റുഡൻസിനോടും അമ്മമാരോടും എല്ലാവരോടും നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ നിൽക്കുന്ന വ്യക്തിയാണ് നമ്മൾ പൊന്നിൻ്റെയും ദേവുവിൻ്റെയും അമ്മ. ഇനി കുട്ടികൾ കാണാണ്ട് നിന്ന് കഴിക്കുകയാണോ പൊളിച്ച് നിന്ന് കഴിക്കുകയാണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 3 എണ്ണത്തിനെയും പറക്കി ഞങ്ങൾ ഇറങ്ങി.
ഇറങ്ങിയപ്പോൾ ഇവരുടെ വിചാരം ഇവരെല്ലാവരും ഒരിടത്തേക്കാണ് പോകുന്നതെന്നാണ്. പക്ഷെ ഒരിടത്തേക്ക് കൊണ്ടെത്തിച്ചു അവർ തന്നെ തീരുമാനിച്ചു നമുക്ക് ഒരിടത്തേക്ക് പോവാം. അവരങ്ങനെ ഹാപ്പി ആയിട്ട് ഓടുക. ചേച്ചിമാരെയും കൊണ്ട് വീട്ടിലേക്കാണ് സത്യം പറഞ്ഞാൽ ഇവ ഓടുന്നത്. അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ മതി. അങ്ങനെ വീട്ടിലേക്ക് അവരെ വിട്ടതിൻ്റെ സന്തോഷത്തിൽ 3 എണ്ണം കൂടെ ഓടിച്ചാടി പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ഇവയുടെ പ്രവേശനോത്സവം ഹാപ്പി ആയിട്ട് പോയി.